ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞൻ ക്യാമറ കേട്ടോ. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോവാം. നമുക്ക് കുറച്ച് പീസ് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്കൊരു 3 ലെയറായിട്ട് ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിനി ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് പേപ്പർ വെക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് സെറ്റാക്കണം. അപ്പോൾ നമ്മളിത് ഫുള്ള് പേപ്പർ ഇട്ട് ഉരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് നൈസായിട്ട് ഇത് ഏകദേശം ഒരു ആവറേജ് ലെവലിലുള്ള സാൻഡ് പേപ്പറാണ്. ഇതിൻ്റെ ഒരു റെഡ് കളറുള്ള സാധനമുണ്ട്. അത് വലിയ വലിയ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വരയ്ക്കാനുള്ള ഇത് മതി. ഇപ്പം ഫോം ഷീറ്റിനും ഒക്കെ നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മളിതാ ഇവിടെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു പീസും കൂടെ വെക്കാനുണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ നമ്മുടെ ക്യാമറ ഇതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി ഇവിടെ കുറച്ച് ബട്ടൺ പോലെ നിർമ്മിക്കാനൊക്കെ ഉണ്ട്, അതും കൂടെ ചെയ്യാം നമുക്കിനി. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ ക്യാമറയുടെ കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഗൈസ് നമ്മുടെ ഗുളികയുടെയൊക്കെ അടപ്പുണ്ടല്ലോ, അത് നമ്മൾ ലെങ്സായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ലെങ്സായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ കയ്യിലുണ്ട്. അത് ഇതിൻ്റെ ഒട്ടിച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഒന്ന് ഇച്ചിരി കൂടെ നീട്ടത്തിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മുടെ ക്യാമറയുടെ എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യാനുണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഏകദേശം എല്ലാം കഴിഞ്ഞേക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് ഫുള്ള് കറുത്ത പെയിൻ്റ് അടിക്കണം. ഡീറ്റെയിൽ വർക്ക് എന്ന് പറയാൻ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഫുൾ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ഫ്ലസ്ക്യൂക്ക് ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പറ്റും. കൈ ഫുള്ള് ഫ്ലസ്ക്യൂക്ക് ആയിട്ടുണ്ട്, പൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇനി കുറച്ച് ഡീറ്റെയിൽ വർക്കും കൂടെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാമറ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് പെയിൻ്റ് അടിച്ചിട്ട് ഇനി കുറച്ച് ഡീറ്റെയിൽ പരിപാടി ഇതിന് മുകളിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പെയിൻ്റ് അടിക്കാം കേട്ടോ. ഇതാണ് ഇനി സൈഡ് ഭാഗവും എല്ലാം നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ. നമ്മൾ ക്യാമറയ്ക്ക് പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു സ്റ്റാൻഡും കൂടി ഈ ക്യാമറയ്ക്ക് വേണമെന്ന്. ഇങ്ങനെ ക്യാമറ വെറുതെ വെക്കാതെ ജസ്റ്റ് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഇതിന് കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ ക്യാമറയുടെ ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യാം. ഈ വയറാട്ടോ നമ്മൾ ഈ ക്യാമറയുടെ സൈഡിൽ കൂടെ ചെയ്യുന്നത്. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരിക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആവും ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്ട്രിപ്പും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ക്യാമറയ്ക്കൊരു ഒറിജിനൽ ലുക്കും കൂടെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഈ ക്യാമറ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ സ്റ്റാൻഡും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാമറയ്ക്ക് ഒരു കുഞ്ഞൊരു സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് വെറുതെ വെക്കാൻ വേണ്ടി കേട്ടോ. നമുക്ക് ക്യാമറ കൂടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ കുഞ്ഞൊരു ക്യാമറ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് അടിക്കാനും മറക്കരുത്.